ഇനി നമ്മൾ പോകുന്നു ജാഗ്രതയിലേക്ക്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ് അപകടമുണ്ടായ ക്ഷേത്രത്തിൽ മന്ത്രി A.K. ശശീന്ദ്രൻ ഇന്ന് സന്ദർശനം നടത്തും. മരിച്ചവരുടെ വീടും മന്ത്രി സന്ദർശിക്കും. നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചെന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ. സംഭവത്തിൽ ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇന്നലത്തെ ദിവസം മുഴുവൻ നിറഞ്ഞു നിന്നത് ക്ഷേത്ര സമിതി അവരുടെ ഭാഗത്ത് ചട്ടലംഘനം ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു. പ്രാഥമിക അന്വേഷണം നടത്തിയ വനംവകുപ്പ് സംഘം അങ്ങനെ വീഴ്ച ഉണ്ടായി എന്ന് പറയുന്നു. ആ രീതിയിലൊക്കെയാണ്. യഥാർത്ഥത്തിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചതെന്ന് അറിയേണ്ടതുണ്ട്. മന്ത്രിയുടെ സന്ദർശനം എപ്പോഴാണ്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, അക്കാര്യത്തിൽ വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങേണ്ടി വരും. കാരണം ആദ്യഘട്ടത്തിൽ ഈ പടക്കം പൊട്ടിച്ചപ്പോൾ പ്രകോപിതനായ പീതാംബരൻ എന്ന ആന തൊട്ടുമുന്നിലുള്ള ഗോകുൽ എന്ന ആനയ്ക്ക് കുത്തുകയും അവർ പരസ്പരം പിന്നീട് കൊമ്പ് കോർക്കുകയും സമീപത്ത് തന്നെയുള്ള കെട്ടിടം തകർക്കുകയും ചെയ്തു. ആ കെട്ടിടത്തിന് സമീപം നിന്ന ആളുകൾ മരിക്കുകയായിരുന്നു, അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. എന്നാൽ പിന്നീട് ക്ഷേത്രം ഭാരവാഹികൾ തന്നെ പറയുന്നു അത്തരത്തിലൊരു പടക്കം പൊട്ടുന്നത് മൂലം ഒരു അപകടമുണ്ടാവേണ്ട സാഹചര്യമില്ല. കാരണം ഈ ആനകൾ പ്രദക്ഷിണത്തിനായി ഇറങ്ങുമ്പോൾ തന്നെ ഈ വെടിക്കെട്ടിന്റെ ഒരു അകമ്പടി, വെടിക്കെട്ടെന്ന രീതിയിലല്ല, മാലപ്പടക്കമൊക്കെ ഉപയോഗിച്ചുള്ള സാധാരണ രീതിയിലുള്ള ഒരു പടക്കം, കരിമരുന്ന് പ്രയോഗം മാത്രമാണ് ഉണ്ടായത്. ഒപ്പം ഈ സ്ഥലത്ത് നിന്നും ഏതാണ്ട് 100 മീറ്റർ അകലെയുള്ള ആ കുളത്തോട് ചേർന്ന ഇടത്താണ് ആ പടക്കം പൊട്ടിക്കുകയും ചെയ്ത് ഗുണ്ടോ കതിനയോ പോലുള്ള ഉയർന്ന പ്രഹരശേഷിയുള്ള പടക്കങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല എന്നും പറയുന്നു. നമുക്ക് ദൃശ്യങ്ങളിലും വ്യക്തമാണ്, നേരത്തെ തന്നെ ഈ പടക്കത്തിന്റെ ഒരു സാന്നിധ്യത്തോടുകൂടിയാണ്, അതിന്റെ ഒരു ശബ്ദത്തിന്റെ പിന്തുണയോടുകൂടിയാണ് ആനകൾ വരുന്നത്. ക്ഷേത്രം ഭാരവാഹികൾ പൂർണ്ണമായും ഈ പറയുന്നത് ആനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കുഴപ്പമാണ്. ഈ പീതാംബരൻ എന്ന ആനയ്ക്ക് നേരത്തെയും മറ്റ് ആനകളെ കുത്തിയുള്ള ഒരു പരിചയമുള്ള ആനയാണ്. അതുകൊണ്ട് ആനയുടെ ഭാഗത്തു നിന്നാണ് പൂർണ്ണമായും ആ പിഴവ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ആനയാണ്, ഫിറ്റ്നസ് ഒക്കെ ഉറപ്പുവരുത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോട് കൂടിയാണ് എത്തിച്ചത്. ഒപ്പം ഇടച്ചങ്ങലയില്ലായിരുന്നു എന്നൊക്കെയുള്ള ചില കണ്ടെത്തലുകൾ, ഈ നാട്ടാന പരിപാലന നിയമം ലംഘിച്ചു എന്നൊക്കെ വനംവകുപ്പിന്റെ കണ്ടെത്തലുണ്ട്. പക്ഷേ അക്കാര്യങ്ങളിലൊക്കെ ഇടച്ചങ്ങലയൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ഈ പാപ്പാന്മാരാണ്. അവരാണ് ആനയുടെ സംരക്ഷണ ചുമതല പൂർണ്ണമായിട്ടും നിർവഹിക്കേണ്ടത്. മറ്റു കാര്യങ്ങളൊക്കെ അവർ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് മാത്രമാണ് ഈ ക്ഷേത്ര ഭാരവാഹികൾക്ക് ചെയ്യാൻ കഴിയൂ എന്ന് പറയുന്നു. ഒപ്പം ഈ ക്ഷേത്രത്തിലെ 2 പരദേവതയുടെയും ഭഗവതിയുടെയും നടയ്ക്ക് മുന്നിലായി കൃത്യമായൊരു ദൂരം ഈ ആനകൾ തമ്മിൽ ഉണ്ടായിരുന്നു. ഒപ്പം ആനകളും ജനങ്ങളും തമ്മിലും കൃത്യമായൊരു അകലം പാലിച്ചിരുന്നു. ഇത് പ്രദക്ഷിണത്തിനായി ഈ വഴിയിലൂടെ, പ്രദക്ഷിണ വഴിയിലൂടെ തിരിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് ക്ഷേത്ര ഭാരവാഹികൾ തങ്ങളുടെ ഭാഗത്ത് യാതൊരു പിഴവുമില്ല, കൃത്യമായി ചട്ടങ്ങൾ പാലിച്ചാണ്, ഉത്സവത്തിന് ഇൻഷുറൻസ് വരെ ഏർപ്പെടുത്തിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും മന്ത്രിയോട് നേരിട്ട് തന്നെ അവർ ഇക്കാര്യങ്ങൾ അറിയിക്കും. കാരണം ഉദ്യോഗസ്ഥ തലത്തിലെ അന്വേഷണത്തിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് പോയിരിക്കുന്നത്. അതേക്കുറിച്ചുള്ള വളരെ വിശദമായ അന്വേഷണങ്ങൾ വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അക്കാര്യത്തിൽ തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. എന്തായാലും മന്ത്രി അല്പസമയത്തിനകം ഇവിടെ എത്തും. ഈ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയാണ് ഈ മരിച്ച 3 പേരുടെയും വീടുകൾ. അവിടെയും മന്ത്രി സന്ദർശനം നടത്തും. നമുക്ക് ക്ഷേത്രത്തിന്റെ ഈ ഭാരവാഹികൾ അടക്കമുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോടൊന്ന് സംസാരിക്കാൻ കഴിയുമോ നോക്കാം. നമുക്ക് അവരോട് ചോദിക്കാം. കാരണം ഈ എന്താണ് അവർക്ക് പറയാനുള്ളത്? ഇന്നലെയൊക്കെ നിറഞ്ഞു നിന്നതാണ്. മന്ത്രി വരുമെന്നാണ് പറയുന്നത്. ഭാരവാഹികൾ അല്ല, ക്ഷേത്ര ഭാരവാഹികൾ എത്തിയിട്ടില്ല, അല്പസമയത്തിനകം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇവിടേക്ക് എത്തിച്ചേരും. ശ്രീജ, അനീഷ, ഈ പ്രദേശവാസികളൊക്കെ വലിയ ഞെട്ടലിലായിരുന്നു. കാരണം വലിയ ആഘോഷമായി നടക്കേണ്ട ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള വലിയ ദുരന്തം നടന്നത്. അതിനു പിന്നാലെയാണ് ഇത്തരം പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാവുന്നതും. ആ ഒരു ഞെട്ടലിൽ നിന്നൊക്കെ അവിടുത്തെ ആളുകൾ മുക്തരായോ? അങ്ങനെ ഒരു അപകടം എങ്ങനെ നടന്നു എന്നത് നാട്ടുകാരെ സംബന്ധിച്ച് ഇപ്പോഴും അവരെ അത് സാധാരണ രീതിയിൽ സംഭവിക്കാത്ത ഒന്നാണ് എന്നൊരു പ്രതീതിയാണോ അവർക്കിടയിലുള്ളത്?
തീർച്ചയായും നാട്ടുകാർക്ക് ആ ഞെട്ടലിൽ നിന്നും മുക്തിയിലേക്ക് അവരെത്തിയിട്ടില്ല. കാരണം നമുക്കറിയാം ഈ വളരെ ഒരു ഗ്രാമപ്രദേശമാണ്, അവിടെ കൃത്യമായി പരിപാലിക്കപ്പെടുന്ന ആളുകളൊക്കെ കൃത്യമായി എത്തുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ജാതി മത ഭേദങ്ങൾക്കപ്പുറം ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ നാട്ടുകാർ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു ഇടം കൂടിയാണ്. ഈ വിദേശ സ്ഥലങ്ങളിലൊക്കെ ജോലി നോക്കുന്നവരൊക്കെ പോലും കൃത്യമായി ഈ ക്ഷേത്രോത്സവ സമയത്ത് അവധിയൊക്കെ എടുത്തിവിടെ വന്ന് സമയം ചെലവഴിച്ചു പോകുന്നതാണ്. വലിയ ജനത്തിരക്ക് ഉണ്ടാവാറുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ഇതിന്റെ തൊട്ടടുത്തുള്ള ഒരു ഗ്രൗണ്ടൊക്കെ, ആ ഗ്രൗണ്ട് നിറയെ ആളുകൾ എത്തുന്ന ഒരു ക്ഷേത്രോത്സവമാണ്. അതുകൊണ്ട് ഇത്തരം ഒരു ഉത്സവം നടന്നപ്പോൾ ഒരു അനിഷ്ട സംഭവം ഉണ്ടായതിന്റെ ഒരു ആഘാതം ഈ നമ്മൾ ഇന്നലെ കണ്ട പല ഭക്തരും പങ്കുവെക്കുകയും ചെയ്തു. എന്തായാലും ഉത്സവം അവസാന ദിവസമായിരുന്നു. തുടർന്ന് പല ചടങ്ങുകളും വലിയ ഗംഭീരമായ വെടിക്കെട്ടടക്കമുള്ള പല കാര്യങ്ങളും നടക്കേണ്ടിയിരുന്നു. അതൊക്കെ വെട്ടിച്ചുരുക്കി ഉത്സവം അവസാനിപ്പിച്ച് നട അടച്ചിരിക്കുകയാണ്. അതിനുശേഷം നട തുറന്നിട്ടില്ല. വിശ്വാസികളൊന്നും ക്ഷേത്രത്തിനുള്ളിലേക്ക് വരുന്ന ഒരു സാഹചര്യവുമില്ല. എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഉത്സവം ഉപേക്ഷിക്കപ്പെടുന്നു, ഇത്തരം നിയമ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നു. അതിലുപരി 3 വിലപ്പെട്ട ജീവനുകൾ പൊലിയുന്നു എന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ ശാസ്ത്രവിധി പ്രകാരമൊക്കെ മുന്നോട്ട് പോകും എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ അപകടത്തിൽ ഇടിഞ്ഞ് കിടക്കുന്ന ആ പ്രദേശങ്ങളൊക്കെ, ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാം. അല്പസമയത്തിനകം മന്ത്രി എ കെ ശശീന്ദ്രൻ അവിടെ എത്തുന്നുണ്ട്. ഈ ക്ഷേത്ര പരിസരവും ഒപ്പം മരിച്ചവരുടെ വീടുമൊക്കെ മന്ത്രി സന്ദർശിക്കും. മറ്റു വാർത്തകളിലേക്ക്. ചാലക്കുടിയിലെ ബാങ്ക് കൊള്ളയിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. മോഷ്ടാവ് എറണാകുളം ജില്ല വിട്ടുപോയിട്ടുണ്ടാവില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ വിപുലമായ പരിശോധനയാണ് പോലീസ് നടത്തിയത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, പട്ടാപ്പകൽ ഒരു കവർച്ച നടത്തുക, ആ കവർച്ച കഴിഞ്ഞ് അതും ചാലക്കുടി പോലൊരു പ്രദേശം, അവിടെ നിന്ന് പോകാനിടയുള്ള സ്ഥലങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ ഈ അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലങ്ങളാണ്. അങ്ങനെ എങ്ങനെയാണ് ഒരാൾ മറഞ്ഞു പോവുക? അത്രയേറെ പ്ലാനിങ് അതിന് പിന്നിലുണ്ട് എന്നല്ലേ അപ്പോൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് പോലീസിന്റെ നിഗമനങ്ങൾ? ശ്രീജ, കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഇത് നടപ്പാക്കിയത്. ഡാനി, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. ശബ്ദത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇന്നലെയാണ് ചാലക്കുടി ഫെഡറൽ ബാങ്ക് ശാഖയിൽ പട്ടാപ്പകൽ കത്തി കാണിച്ച് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി കൊള്ള നടത്തിയത്. 15 ലക്ഷം രൂപയാണ് ഈ മോഷ്ടാവ് അവിടെ നിന്ന് തട്ടിയെടുത്തത്. ഒരുപാട് പൈസ ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ 15 ലക്ഷം രൂപ മാത്രം എടുത്തിട്ടാണ് അയാൾ അവിടെ നിന്ന് മടങ്ങിയത്. ഈ പകൽ സമയത്ത് എങ്ങനെയാണ് ഒരു കവർച്ച നടന്നത് എന്നതായിരുന്നു ഏറ്റവും അത്ഭുതമുണ്ടാക്കിയ കാര്യം. ഡാനി തുടർന്നോളൂ. ശ്രീജ, ഇതില് കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ട് എന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ ഇതിന്റെ ഒരു രീതിയും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. പോലീസ് അത് തന്നെ തുടക്കത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. ഇവിടേക്ക് എത്തിയതും ആ തെരഞ്ഞെടുത്ത സമയം, ഒപ്പം ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ 2.5 മിനിറ്റാണ് ഇതിനകത്ത് ഇയാൾ ആകെ ചെലവഴിച്ചിട്ടുള്ളൂ. 15 ലക്ഷത്തോളം രൂപ അപഹരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ വളരെ പെട്ടെന്ന് ഇയാൾ ഇതിനകത്ത് കാര്യങ്ങൾ നടത്തി തിരിച്ചു പോവുകയും ചെയ്തു. ഒപ്പം അതിന് പുറത്തെ CCTV ദൃശ്യങ്ങൾ, CCTV ഇല്ലാത്ത കടകളുമെല്ലാം തന്നെ പരിസരത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇയാൾക്ക് അനുകൂലമാകുകയും ചെയ്തു. അപ്പോൾ കൃത്യമായി പഠിച്ച് നടപ്പാക്കിയ ഒരാൾ തന്നെയാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ ഏറ്റവും പോലീസിന് സംശയമുള്ളത് ഇതിന് മറ്റാരുടെയെങ്കിലും സഹായം ഇതിൽ നിന്ന് ബാങ്കിനകത്തുനിന്നോ പുറത്തുനിന്നോ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഇയാൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നീട് ഈ സമയം ഇത്ര കഴിഞ്ഞിട്ടും ഇയാളെക്കുറിച്ച് മറ്റ് വിവരങ്ങളില്ല. ഇതിൻ്റെ ഒരു സ്കൂട്ടർ ആയിരുന്നു വന്നതും ആ വാഹനം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിന് കൃത്യമായി ട്രാക്ക് ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു വ്യക്തമായ നമ്പറിലേക്കൊന്നും എത്താനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ ഇയാൾ എങ്ങനെയാണ് ഇവിടെ നിന്ന് മറഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അങ്കമാലി വരെ എത്തി എന്ന് പറയുന്നു. പക്ഷെ അതിനുശേഷം എവിടേക്ക് പോയി എന്നതാണ്. എറണാകുളം ജില്ലയിലുണ്ടോ അതോ ജില്ലയ്ക്ക് പുറത്തേക്ക് പോയോ, ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ടോ? കാരണം ഈ അങ്കമാലിയും ആലുവയിലും എല്ലാം വരുമ്പോൾ തന്നെയും ഇവിടെ ഇതര സംസ്ഥാനക്കാരെ തൊഴിലാളികളും എല്ലാം തന്നെ കൂട്ടത്തോടെയുള്ള ഒരു സ്ഥലങ്ങളെല്ലാം തന്നെയാണ്. ഇവിടേക്ക് വന്നതിന് ശേഷം തിരിച്ച് മറ്റിടങ്ങളിലേക്ക് തിരികെ പോയിട്ടുള്ളത് റെയിൽ മാർഗം കടന്നു കളഞ്ഞു എന്നെല്ലാം തന്നെ പോലീസ് സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഈ ഒരു സാധ്യതകളെല്ലാം തന്നെ പോലീസ് നിലനിർത്തി പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് കൃത്യമായ ഒരു ആസൂത്രണം ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്.
അതുകൊണ്ട് ഇയാൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം സാധാരണ രീതിയിൽ നടക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് പോലീസ് തന്നെ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിനടക്കം രൂപം നൽകുന്നു. വൈകാതെ തന്നെ അതിൻ്റെ കാര്യങ്ങളിലൊരു തീരുമാനവും വ്യക്തതയും എല്ലാം തന്നെ ഉണ്ടാകും. എന്തായാലും ഈ സമയം വരെയും പോലീസിന് കൃത്യമായ ഒരാളിലേക്ക് എത്താൻ ആളിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളിലേക്ക് പ്രാഥമികമായുള്ള ഒരു എത്തിച്ചേരാൻ പോലും പോലീസിന് സാധ്യമായിട്ടില്ല എന്നതാണ് പറയുന്നത്. ആസൂത്രണമുണ്ടായെന്ന് പറയുകയും ചെയ്യുന്നു. ഒപ്പം ഇയാളെ ഹിന്ദി സംസാരിക്കുന്ന ഒരാൾ ആണ്. ഹിന്ദി സംസാരിക്കുന്നതുകൊണ്ട് മറ്റ് മലയാളിയല്ല എന്ന് ഉറപ്പിക്കാനും പോലീസിന് കഴിയുകയുമില്ല. എന്തായാലും എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഇരുട്ടിൽ തന്നെയാണ് ഇപ്പോഴും ഈ മോഷ്ടാവുള്ളത്. ശ്രീജ. ഡാനി, ഇന്ന് ചേന്നമംഗലത്തെ കൂട്ടക്കൊലയിലും കുറ്റപത്രം സമർപ്പിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഒരു സമീപകാല ഓർമ്മയിൽ ഏറ്റവും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കുന്നു എന്ന് പോലീസിന് പറയാൻ കഴിയുന്ന വിധത്തിലാണ്. എപ്പോഴായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക? എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ? ശ്രീജ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ചേന്ദമംഗലം കൂട്ടക്കൊലക്കേസിലെ കുറ്റപത്രം സമർപ്പിക്കുക. 3 പേർ കൊല്ലപ്പെട്ട കേസാണ്. ഇതിൽ പറവൂർ സെഷൻസ് കോടതിയിൽ ഉച്ചയ്ക്ക് ശേഷം കുറ്റപത്രം സമർപ്പിക്കും. നമുക്കറിയാം, എല്ലാവരും ഞെട്ടിയ വളരെ വിഹുലതയോടെ മാത്രമാണ് ഈ വാർത്ത അന്ന് കേൾക്കാനായിട്ട് സാധിച്ചത്. കാരണം 3 പേരെയാണ് ഒറ്റയടിക്ക് ഒരു കുടുംബത്തിലെ 3 പേരെയാണ് കൊലപ്പെടുത്തിയത്. അതും സമീപവാസി വീടിനകത്തേക്ക് കയറി. ജനുവരി 18-നായിരുന്നു ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. വീടിനകത്തേക്ക് കയറി തല്ലി വെട്ടിയും എല്ലാം തന്നെ 3 പേരെ മാരകമായി മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിൽ ഒരാൾ രക്ഷപ്പെടുന്നു. ഈ കുടുംബത്തിലെ അംഗം രക്ഷപ്പെട്ട ഇപ്പോൾ ജിതിൻ ബോസ് ചികിത്സയിൽ കഴിയുകയാണ്. ഇപ്പോഴും നില ഗുരുതരമായിട്ട് തന്നെ തുടരുകയാണ്. ജിതിന് മാതാപിതാക്കളെയും ഭാര്യയും നഷ്ടമായി. ഈ കൊലപാതകത്തിന് മക്കൾ സാക്ഷിയാവുന്നൊരവസ്ഥ. അങ്ങനെ വളരെ ഭീതിജനകമായ ഒരു സാഹചര്യമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഏക പ്രതി ഋതു ജെയിൻ അയൽവാസിയാണ്. ഇയാൾ മയക്കുമരുന്നിന് അടിമയാണെന്നെല്ലാം തന്നെ പോലീസ് പറയുന്നു. സമീപവാസികൾക്കെല്ലാം പലതവണ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരാളാണ്. ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോഴെല്ലാം തന്നെ വലിയ രീതിയിൽ ജനരോഷം അവിടെ ഉണ്ടായിരുന്നു. ഇയാൾ പോലീസിനോട് പറഞ്ഞത് തനിക്കൊരു കുറ്റബോധവും ഇല്ല എന്ന രീതിയിലാണ് ഉണ്ടായത്. ആകെ തോന്നിയത് ഈ ഒരാൾ ഈ ആശുപത്രിയിൽ കഴിയുന്ന ജിതിൻ ബോസിനെ ലക്ഷ്യമിട്ടായിരുന്നു വന്നത്. അയാൾ രക്ഷപ്പെട്ടു. അതിലൊരു നിരാശയായിരുന്നു ഇയാൾ പലപ്പോഴും പോലീസിനോട് പറയുകയും ചെയ്തു. അങ്ങനെ യാതൊരു രീതിയിലും കുറ്റബോധമില്ലാത്ത ഒരാളാണ് ഇപ്പോൾ ഈ കേസിലെ പ്രതിയായിട്ടുള്ളത്. എന്തായാലും അന്വേഷണം 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയാണ്. കേസിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസാണ്. പോലീസിൻ്റെ കുറ്റപത്രം ഇന്നത്തോടെ വളരെ പെട്ടെന്ന് ഈ കേസിലെ നടപടികൾ പോലീസ് പൂർത്തിയാക്കി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പറവൂർ സെഷൻസ് കോടതിയിലായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. സംഭവത്തിൽ പ്രതിയെയും സഹായിയായ ഓട്ടോ ഡ്രൈവറെയും വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടി. വണ്ടിപ്പെരിയാർ പാറമട സ്വദേശി ശിവ, ഓട്ടോ ഡ്രൈവർ പ്രേം എന്നിവരാണ് അറസ്റ്റിലായത്. വിദ്യാർത്ഥിനിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്ന കേസിലാണ് വണ്ടിപ്പെരിയാർ പാറമട സ്വദേശി ശിവയെയും ഓട്ടോറിക്ഷ ഡ്രൈവറെയും പോലീസ് പിടികൂടിയത്. വ്യാഴാഴ്ച വൈകിട്ട് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥിനിയെ സ്കൂളിന് സമീപത്ത് വെച്ച് ശിവ ഓട്ടോറിക്ഷയിലേക്ക് വലിച്ചു കയറ്റി. തുടർന്ന് വണ്ടിപ്പെരിയാർ പാറമടയ്ക്ക് സമീപം എത്തിയപ്പോൾ ദേഹോപദ്രവം ഏൽപ്പിച്ചതായാണ് കുട്ടിയുടെ മൊഴി. സംഭവത്തിൽ വിദ്യാർത്ഥിനിയുടെ കൈക്കും കാലിനും നെറ്റിയിലും പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ കഴിഞ്ഞ 3 വർഷമായി പ്രണയം നടിച്ച് ശല്യം ചെയ്തിരുന്നതായും പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മദ്യലഹരിയിലായിരുന്നു അതിക്രമം. സംഭവം കണ്ട മറ്റു കുട്ടികളും സ്കൂൾ അധികൃതരും ചേർന്ന് നൽകിയ പരാതിയെ തുടർന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. തന്നെ ഓട്ടം പോകാൻ വിളിച്ചതാണെന്നാണ് ഓട്ടോ ഡ്രൈവർ പ്രേം പോലീസിന് നൽകിയ മൊഴി. വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ സുവർണകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം കുറ്റിപ്പുറത്ത് യാത്രാ സമയത്തെ ചൊല്ലി ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ നിയന്ത്രണം വിട്ട ബസ്സുകൾ കൂട്ടിയിടിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലായിരുന്നു സംഭവം. കുറ്റിപ്പുറം തിരൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ കണ്ടക്ടർ അർഷാദാണ് മറ്റൊരു ബസ്സിലെ ഡ്രൈവർ ആബിദിനെ ആക്രമിച്ചത്.
എന്താണ് പ്രശ്നം? എന്നോട് ഞാൻ കുറെ ദിവസമായി പറയുന്നു. കുറ്റിപ്പുറം തിരൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന യാത്രാ ബസ്സിലെ കണ്ടക്ടർ അർഷാദാണ് നെസൽ ബസ്സിൽ കയറി ഡ്രൈവർ ആബിദിനെ ആക്രമിച്ചത്. യാത്രാ സമയത്തെ ചൊല്ലി ഇരു ബസ്സിലെയും ജീവനക്കാർ തമ്മിൽ വാക്കേറ്റം നടക്കുന്നതിനിടയിൽ ആബിദ് ബസ് മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചു. ഇതോടെ ബസ്സിനകത്ത് കയറി അർഷാദ് ആബിദിനെ മർദ്ദിക്കുകയായിരുന്നു. ബസ് നിയന്ത്രണം വിട്ട് എതിർഭാഗത്ത് നിർത്തിയിട്ടിരുന്ന ഐറിൻ ബസിന്റെ മുൻവശത്തിടിച്ചു. എന്താണ് പ്രശ്നം? എന്നോട് ഞാൻ കുറെ ദിവസമായി പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഐറിൻ ബസിന്റെ മുൻവശത്തെ ഗ്ലാസ് ഭാഗം ഉൾപ്പെടെ തകർന്നു. അപകട സമയത്ത് 2 ബസ്സിലും യാത്രക്കാരില്ലാഞ്ഞതും സ്റ്റാൻഡിൽ ആള് കുറവായിരുന്നതും മൂലമാണ് വലിയ അപകടം ഒഴിവായത്. ആബിദിന്റെ പരാതിയിൽ അർഷാദിനെതിരെയും ഐറിൻ ബസ് ഉടമയുടെ പരാതിയിലും കുറ്റിപ്പുറം പോലീസ് കേസെടുത്തു. എന്താണ് പ്രശ്നം? എന്നോട് ഞാൻ കുറെ ദിവസമായി പറയുന്നു. ന്യൂസ് 18 തിരൂർ. ഇടുക്കി സ്വദേശിയായ അധ്യാപികയുടെ ചിത്രം മോർഫ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ. തങ്കമണി സ്വദേശി അർജുനെയാണ് കാൽവരി മൗണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റാരെയെങ്കിലും ഇയാൾ ഇതുപോലെ ശല്യം ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. സ്വകാര്യ സ്കൂളിലെ പ്രധാനാധ്യാപികയുടെ ഫോട്ടോ ഉപയോഗിച്ച് വ്യാജ വീഡിയോ നിർമ്മിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്നാണ് കേസ്. സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീല ചുവയുള്ള സന്ദേശങ്ങൾ അയച്ചതായും പരാതിയിൽ പറയുന്നു. കാൽവരി മൗണ്ട് സ്വദേശിയാണ് അറസ്റ്റിലായ 31-കാരൻ KS അർജുൻ. തൊടുപുഴയ്ക്ക് സമീപം കുമാരമംഗലത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നിന്നുമാണ് തങ്കമണി പോലീസ് പ്രതിയെ പിടികൂടിയത്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. അർജുന്റെ ശല്യം സഹിക്കാതായതോടെ അധ്യാപിക തങ്കമണി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇൻസ്പെക്ടർ എബി MP-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തി കട്ടപ്പന കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. മുൻകൂറായി നൽകിയ പണവുമായി ഉടമ മുങ്ങിയതോടെ ഭക്ഷണവും മരുന്നും മുടങ്ങിയ അവസ്ഥയിലാണ് തൊടുപുഴയിലെ സ്വകാര്യ വൃദ്ധസദനത്തിലെ അന്തേവാസികൾ. വാർദ്ധക്യകാല പരിചരണത്തിനായി പത്രപരസ്യം കണ്ടെത്തിയവരാണ് ഇവിടുത്തെ അന്തേവാസികൾ. ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ ലൈസൻസോ മറ്റു രേഖകളോ ഒന്നുമില്ലാതെയായിരുന്നു ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം. ആരുമില്ലാത്തവർക്ക് മെച്ചപ്പെട്ട താമസവും പരിചരണവും ചികിത്സയും ഒക്കെ കിട്ടുമെന്ന പരസ്യവാചകങ്ങളിൽ വിശ്വസിച്ചാണ് അന്തേവാസികൾ മുതലക്കോടത്തെ വൃദ്ധസദനത്തിലെത്തിയത്. എത്തിയവരിൽ മിക്ക ആളുകളും കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ എടുത്ത് നടത്തിപ്പുകാരന് നൽകി. വൃദ്ധസദനത്തിലെത്തിയ ആദ്യ നാളുകളിൽ വലിയ കുഴപ്പമില്ലായിരുന്നുവെങ്കിലും പതുക്കെ പ്രശ്നങ്ങൾ തുടങ്ങി. നടത്തിപ്പുകാരനായ ജീവൻ തോമസ് വിദേശത്തേക്ക് കടന്നതോടെ അന്തേവാസികളുടെ ചികിത്സയും പരിചരണവും ഒക്കെ മുടങ്ങി. പലതവണയായി നൽകിയ തുക തിരികെ കിട്ടിയാൽ മതിയെന്നാണ് ഇവിടുത്തെ അന്തേവാസികളുടെ ആവശ്യം. എൻ്റെ 11 ലക്ഷത്തിൽ കൂടുതൽ പലപ്പോഴായിട്ട് മേടിച്ചിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ മേടിച്ചേക്കണേ. എനിക്ക് അതുവരെ കിട്ടിയിട്ടില്ല. ഇതുവരെ ഇവിടുത്തെ ഭക്ഷണമൊക്കെ മോശമാണ്, കഷ്ടമാണ്. ഞാനൊരുപാട് പ്രായമായ ആളാണ്. മരുന്നും എല്ലാവരും തരാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ മരുന്നൊന്നും തരണില്ല. മരുന്നൊക്കെ തന്നിട്ട് 3-4 മാസമായി. മാനസിക വെല്ലുവിളി നേരിടുന്നവരടക്കം 7 അന്തേവാസികളാണ് ഇവിടെ ഉള്ളത്. ഇവർക്കെല്ലാം കൂട്ടായി ആകെയുള്ളത് ഒരു ജീവനക്കാരി മാത്രം. അടച്ചുറപ്പുള്ള ചുറ്റുമതിലോ സെക്യൂരിറ്റി ജീവനക്കാരോ ഇവിടെയില്ല. 10 ലക്ഷം രൂപ കൊടുത്തിട്ട് വന്നതാണ്. വന്നിട്ട് 2 വർഷമായി. അപ്പം ആഹാരമൊക്കെ അത്യാവശ്യത്തിന് കുറച്ച് കിട്ടുന്നുള്ളൂ. നേരത്തെ പഴയ പോലെയൊന്നുമില്ല. പിന്നെ അയാൾ വിദേശത്ത് മുങ്ങിയിരിക്കുകയാണ്. പൈസ അയാളും ഉണ്ടാകുമ്പോൾ തരാമെന്നൊക്കെ പറയുന്നത്. തൊടുപുഴ സ്വദേശി ജീവൻ തോമസ് ആണ് വൃദ്ധസദനം തുടങ്ങിയത്. അതേസമയം സ്ഥാപനത്തിന്റെ നടത്തിപ്പിൽ ഗുരുതരമായ ചട്ടലംഘനം ഉള്ളതായി അധികൃതരുടെ പരിശോധനയിൽ വ്യക്തമായി. ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ ലൈസൻസോ മറ്റ് രേഖകളോ ഇല്ലാതെയാണ് എൽഡർ ഗാർഡൻ എന്ന സ്ഥാപനം പ്രവർത്തിച്ചിരുന്നതെന്ന് സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ കണ്ടെത്തി. എന്നാൽ സാമ്പത്തികമായി തകർന്നതോടെ അയർലാൻഡിലേക്ക് ജോലി അന്വേഷിച്ചു പോയതാണെന്നും
പണം കിട്ടുന്ന മുറയ്ക്ക് തിരികെ നൽകുമെന്നാണ് ഉടമ ജീവന്റെ വാദം. ന്യൂസ് 18 ഇടുക്കി. എറണാകുളത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിനെതിരായ പീഡന പരാതി അട്ടിമറിക്കാൻ പോലീസ് കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണവുമായി ഇരയായ യുവതി. തൃക്കാക്കര കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അലി ഷാനയ്ക്കെതിരെയാണ് പരാതി. ഇയാളുടെ സഹോദരനും തൃക്കാക്കര നഗരസഭ വൈസ് ചെയർമാനുമായ അബ്ദു ഷാനയും കേസിൽ പ്രതിയാണ്. എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു ഇതായിട്ട് അതിലൊരു കൊച്ചുണ്ടായിട്ടുണ്ട്. ആ കൊച്ചിനെ ഇവർ കൊല്ലാൻ ശ്രമിക്കുകയും കാര്യങ്ങളും അങ്ങനെ കുറേ ഇൻസിഡൻറ്റ് ഇതിലുണ്ട്. അതെല്ലാം ഞാൻ മൊഴിയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരിത് പീഡനം മാത്രമാണ് ഈ കേസിൽ ഒതുക്കിയിരിക്കുന്നത്. നിരന്തരമായ ലൈംഗിക പീഡനം, 1 വയസ്സു മാത്രം പ്രായമുള്ള കുഞ്ഞിനും തനിക്കുമെതിരെ വധഭീഷണി മുഴക്കുക തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതി ഉന്നയിക്കുന്നത്. പിഞ്ചു കുഞ്ഞിനും തനിക്കുമെതിരെ പ്രതിയും കുടുംബവും നിരന്തരമായി കൊലപാതക ഭീഷണി മുഴക്കിയെന്ന കാര്യം യുവതി പരാതിയിൽ പറയുന്നുണ്ട്. എന്നാൽ അന്വേഷണം ഇപ്പോഴും ശരിയായ രീതിയിലല്ലെന്നും പോലീസ് കേസ് അട്ടിമറിക്കുകയാണെന്നും യുവതി ആരോപിക്കുന്നു. നമ്മളിപ്പോൾ മൊഴി കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് ഈ CI സാറ് ഇങ്ങനെ, കാരണം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിൽ ഒത്തിരി ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ അടുത്ത് പോയിട്ട്. സാറേ ഇന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിൽ ഫുൾ തെളിവും കാര്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ 6-ാം മാസത്തിൽ ഇവരെൻ്റെ വയറ് കീറി വേറൊരു കുട്ടിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അലിയും അലിൻ്റെ അളിയനും അൻസാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരനും കൂടെ വന്നിട്ടാണ് എന്നെ നിർബന്ധിച്ച് കൊല്ലങ്കോട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. ഇപ്പം ഇവർ നല്ല രീതിയിൽ ഈ കേസ് അന്വേഷിക്കുകയെ ഇതിൻ്റെ കറക്റ്റായിട്ട് കണ്ടെത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് 2-ാം വർഷം ഒരിക്കലും ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവില്ല. പീഡന പരാതിയെ എതിർക്കുന്നതിനായി പ്രതി തനിക്കെതിരെ വ്യാജ ഹണി ട്രാപ്പ് കേസ് നൽകിയതായും യുവതി പറഞ്ഞു. അലി ഷാനയുടെ സഹോദരനും തൃക്കാക്കര നഗരസഭാ വൈസ് ചെയർമാനുമായ അബ്ദു ഷാനയും കേസിൽ പ്രതിയാണ്. യുവതിയെ ഭീഷണിപ്പെടുത്തിയതിനാണ് കേസെടുത്തിട്ടുള്ളത്. തന്നെ കാറിൽ പിന്തുടർന്ന പ്രതി ഭീഷണിപ്പെടുത്തിയെന്ന യുവതിയുടെ പരാതിയിലും കേസുണ്ട്. കേസ് അട്ടിമറിക്കാൻ ഇൻഫോ പാർക്ക് CI ശ്രമിക്കുന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷൻ, DGP, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്കും യുവതി പരാതി നൽകിയിട്ടുണ്ട്. മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥയെ കേസ് ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടും യുവതി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരത്ത് 2 കോടിയുടെ ഡിജിറ്റൽ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതികളെ പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കുകയാണ് സൈബർ ക്രൈം പോലീസ്. ജവഹർ നഗർ സ്വദേശി പണം കൈമാറിയ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളും മൊബൈൽ ഫോൺ നമ്പറുകളും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന. 10 അംഗ സംഘമാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സമാനമായ രീതിയിൽ മൊബൈൽ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നറിയാനും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്.